സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണം അത് ICUവിലായിരുന്നു എന്നാണ്. പിന്നെ പറഞ്ഞത് വെന്റിലേറ്ററിലാണ്. ഇപ്പം അതും കഴിഞ്ഞ് അതിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ ശവമടക്കം മാത്രമേ ആവശ്യമുള്ളൂ. ഈ CPM എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഉടുമുണ്ട് അഴിഞ്ഞു പോയിരിക്കുകയല്ലേ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ. ഇവർ എന്തെടുത്ത് നഗ്നത മറക്കാൻ ശ്രമിച്ചാലും അത് മറയില്ല. സമ്പൂർണ്ണമായിട്ട് തുണി ഉരിയപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ CPMൻ്റെയും ശബരിമല കൊള്ളക്കേസിൽ. എല്ലാവർക്കും നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കേസിൽ SIT രാഷ്ട്രീയ താൽപ്പര്യത്തോടു കൂടി അന്വേഷണം നടത്തുന്നു എന്നുള്ള BJPയുടെ ആരോപണം വസ്തുതാപരമായി ശരിയാവുകയാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങൾ ബോധ്യമാവുകയാണ്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലായിരുന്നു SITയുടെ അന്വേഷണം ആരംഭിച്ചത്. ആ അന്വേഷണം മുമ്പോട്ട് പോയ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് അന്വേഷണം അട്ടിമറിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ പ്രത്യക്ഷമായത്. പ്രത്യേകിച്ചും CPM നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നു എന്ന ഘട്ടം വന്നപ്പോഴാണ് അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരും ആഭ്യന്തര വകുപ്പും ശക്തമായി ഇടപെടാൻ വേണ്ടി തുടങ്ങിയത്. SIT ഉദ്യോഗസ്ഥന്മാരെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതി ആരംഭിച്ചത് അന്നു മുതലാണ്. മുൻ ദേവസ്വം ബോർഡ് പത്മകുമാർ അറസ്റ്റിലായതിനു ശേഷം SITയിൽ ആഭ്യന്തര വകുപ്പ് നേരിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തുകയായിരുന്നു. പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരെയൊന്നും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, പ്രത്യേകിച്ചും CPM നേതാക്കന്മാരെയും മുൻ മന്ത്രിമാരെയും ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം SITക്ക് ലഭിച്ചത് ആഭ്യന്തര വകുപ്പിൽ നിന്നാണ്. ഞങ്ങളിക്കാര്യം അന്നേ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. കാരണം പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടേണ്ടത് കടകംപള്ളി സുരേന്ദ്രനായിരുന്നു. കാരണം പത്മകുമാറിൻ്റെ മൊഴിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്ക് പരിചയപ്പെടുത്തി തന്നത് കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന മൊഴിയിലുണ്ട് എന്ന് നമുക്ക് ബോധ്യമായിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ആ മൊഴിപ്പകർപ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. SIT ചോദ്യം ചെയ്ത് വിട്ടേക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്താത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല. ആ കാലഘട്ടത്തിലെ ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള ശങ്കരദാസിൻ്റെ കാര്യത്തിൽ ഇതേ നിലപാടായിരുന്നു SIT സ്വീകരിച്ചത്. അവസാനം ഹൈക്കോടതിയുടെ രൂക്ഷമായിട്ടുള്ള വിമർശനത്തിൻ്റെ വിധേയമായപ്പോഴാണ് അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടി തയ്യാറായത്. അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഈ അന്വേഷണത്തിൽ ഇടപെടലുണ്ടാകുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവാദമുള്ള ഏജൻസിയെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ആ അന്വേഷണത്തെ നിയന്ത്രിക്കാനും തങ്ങൾ ഉദ്ദേശിക്കുന്ന വഴിയിലൂടെ അന്വേഷണം നടത്താനും വേണ്ടി സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നു എന്ന് ഞങ്ങളിന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ശബരിമല തന്ത്രിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിജിലൻസ് കോടതി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ മുമ്പോട്ട് വെച്ചിട്ടുള്ള ഈ കാര്യം വസ്തുതാപരമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. കോടതി ചോദിച്ച പ്രധാനപ്പെട്ടൊരു കാര്യം, തെളിവുകളൊന്നുമില്ലാതെ എന്ത് മോട്ടീവിൻ്റെ അടിസ്ഥാനത്തിലാണ് ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് 41 ദിവസക്കാലം കസ്റ്റഡിയിൽ വെച്ചത്, ജയിലിൽ പാർപ്പിച്ചത്? ഒരു തെളിവുമില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ SITക്ക് മുമ്പിൽ തെളിവുകളൊന്നുമില്ലാതെ മറ്റാരുടെയും ജാമ്യവുമായി ബന്ധപ്പെട്ട് കോടതി ഇങ്ങനെ പരാമർശം നടത്തിയിട്ടില്ലല്ലോ. പലർക്കും ജാമ്യം കിട്ടിപ്പോയിട്ടുണ്ടല്ലോ. ഇതിൽ പ്രധാനപ്പെട്ട പ്രതിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ ഒരു കേസിൽ ജാമ്യം കിട്ടിയതാണല്ലോ. ആ ജാമ്യത്തിൻ്റെ സന്ദർഭത്തിലൊന്നും വിജിലൻസ് പറയാത്ത കാര്യം, ഇത്രയും രൂക്ഷമായി വിജിലൻസ് പ്രതികരിക്കാനുള്ള കാരണം, വിജിലൻസ് കോടതി പ്രതികരിക്കാനുള്ള കാരണം, ആ കോടതിക്ക് മുമ്പാകെ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ഒരു തെളിവുമില്ല എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ടാണല്ലോ. അപ്പോൾ തെളിവില്ലാതെ എന്തിനാണ് ഈ ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് SIT സ്വാഭാവികമായിട്ടും ഉത്തരം പറയണം. അത് SITയുടെ തീരുമാനമായിരുന്നോ രാഷ്ട്രീയ തീരുമാനമായിരുന്നോ? അതാണ് അറിയേണ്ടത്. ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്താലുള്ള തീരുമാനം
SIT എടുത്ത തീരുമാനമാണോ അതോ കേരളത്തിലെ ഗവൺമെൻറ് എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണോ? ഈ ചോദ്യത്തിന് SIT ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. കാരണം ഈ ജാമ്യം കിട്ടിയതിന് ശേഷം, ഈ കോടതിയുടെ പരാമർശവും റിപ്പോർട്ടും പുറത്തു വന്നതിന് ശേഷം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. കാട്ടുകള്ളന്മാരുടെ കൂട്ടത്തിലാണ് തന്ത്രി എന്ന് MV ഗോവിന്ദൻ മാഷ് എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ പങ്കാളിത്തവും ഇല്ലായ്മയൊക്കെ പുറത്തു വരട്ടെ. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത് ഒരു കോടതി വിധിയാണ്. ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള കോടതി വിധിയിൽ തെളിവിൻ്റെ ഒരു കണിക പോലുമില്ല എന്നൊരു കോടതി പറഞ്ഞിട്ട് അതിനപ്പുറത്തേക്ക് ഗോവിന്ദ മാഷ കയ്യിൽ എന്ത് തെളിവാണുള്ളത്? എന്ന തെളിവ് കൊടുക്കട്ടെ. അപ്പോൾ SITയേക്കാൾ മുമ്പേ ഗോവിന്ദ മാഷ് പ്രതികരിക്കാനുള്ള കാരണം ഈ തീരുമാനം CPMൻ്റെ തീരുമാനമായതുകൊണ്ടാണ്. തങ്ങളുടെ തീരുമാനം കോടതിക്ക് മുമ്പിൽ വിലപ്പോകാത്തതിലുള്ള ജാള്യതയും അമർഷവുമാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവനയുള്ള പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, SIT സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട മറുപടി, ശബരിമല തന്ത്രി അറസ്റ്റ് ചെയ്തത് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, അന്വേഷണ അടിസ്ഥാനത്തിൽ അവരെടുത്ത തീരുമാനമാണോ അതല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് എടുത്ത CPM എടുത്തിട്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണോ? അവർ സ്വമേധയാ എടുത്തതാണെങ്കിൽ അവർക്ക് മുമ്പിൽ തെളിവുണ്ടാവുമല്ലോ. ആ തെളിവ് അവർ കോടതിയിൽ ഹാജരാക്കേണ്ടതാണല്ലോ. ഹാജരാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ലല്ലോ. അപ്പോൾ രാഷ്ട്രീയമായി എടുത്തുള്ള തീരുമാനമാണ്. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ സംസ്ഥാന സർക്കാരിനെ പ്രേരിപ്പിച്ചത് മറ്റു പലരെയും സംരക്ഷിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. കടകംപള്ളി സുരേന്ദ്രനെ സംരക്ഷിക്കാൻ വേണ്ടി ആണ് തന്ത്രി അറസ്റ്റ് ചെയ്തതെന്ന് അന്ന് തന്നെ ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു. കാരണം ഇതിലേക്കെല്ലാം നയിച്ചത് പത്മകുമാറിൻ്റെ മൊഴിയാണല്ലോ. SIT തന്നെ പറഞ്ഞത് പത്മകുമാറിൻ്റെ മൊഴിയിൽ ദൈവതുല്യം കരുതുന്ന ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തി. രണ്ടാമത് SIT പറഞ്ഞത്, പത്മകുമാർ പറയുന്നു എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിന്നെ വിശദമായി പരിചയപ്പെടുത്തി തന്നു. ഞാൻ ദൈവതുല്യം കാണുന്ന ഒരാളുടെ കൂടെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം കാണുന്നത്. അതിനുശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി ആയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ്. ഈ രണ്ട് മൊഴികളുമുണ്ട് എന്ന് SIT പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ആദ്യത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് SITയുടെ വാദം മുഖവിലക്കെടുത്താൽ ആദ്യത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തന്ത്രി അറസ്റ്റ് ചെയ്തെങ്കിൽ, അതേ ആളുടെ രണ്ടാമത്തെ മൊഴിയിൽ എനിക്ക് പരിചയപ്പെടുത്തി തന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് എന്ന രണ്ടാമത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തേ കടകംപള്ളി അറസ്റ്റ് ചെയ്തില്ല? നിലപാട് ഒരേപോലെ ആയിരിക്കണമല്ലോ, സമീപനം ഒരേപോലെ ആയിരിക്കണമല്ലോ. ഒന്നാമത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്ത്രി അറസ്റ്റ് ചെയ്യാം, രണ്ടാമത്തെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്നത്തെ മന്ത്രി അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അതാരുടെ തീരുമാനമാണ്? അവിടെയും ഞങ്ങൾ ആരോപിക്കുന്നത് അതും തീരുമാനമെടുക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്, CPM ആണ്. അപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസ് CPM ആഗ്രഹിക്കുന്ന വഴിയിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ഇതിനവർക്ക് പ്രതിപക്ഷത്തിൻ്റെ സഹായം കൂടിയുണ്ട്. കാരണം അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയെയും കൂടി ചിത്രത്തിലേക്ക് കൊണ്ടുവന്നതോടുകൂടി കോൺഗ്രസ് സൈലന്റ് ആയല്ലോ. കോൺഗ്രസ് ഈ കാര്യം ഇപ്പോൾ എവിടെയും മിണ്ടുന്നില്ലല്ലോ. പ്രതിപക്ഷ നേതാവിൻ്റെ യാത്രയിൽ എവിടെയെങ്കിലും ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടോ? ബാക്കി എല്ലാ രാഷ്ട്രീയ വിഷയങ്ങളും പറയുന്നുണ്ടല്ലോ. എന്തേ കടകംപള്ളിയുടെ സുരേന്ദ്രൻ്റെ അറസ്റ്റ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നില്ല? എന്തേ ഇന്നത്തെ ദേവസ്വം മന്ത്രി വാസവനെ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നില്ല? എന്ത് പ്രതിപക്ഷ നേതാവിൻ്റെ വായ മൂടിക്കെട്ടിപ്പോയി? UDFൻ്റെ കൺവീനറെ ചോദ്യം ചെയ്യേണ്ട ഘട്ടം വന്നപ്പോൾ അത് വെച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ പ്രതിപക്ഷത്തെ ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. ആ ബ്ലാക്ക് മെയിലിന് മുമ്പിൽ അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിയുടെയും മുൻനിർത്തിക്കൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രതിപക്ഷത്തെ ബ്ലാക്ക് മെയിൽ ചെയ്തപ്പോൾ അവിടെ പ്രതിപക്ഷത്തിൻ്റെ വായ മൂടിക്കെട്ടി. അതിനുശേഷമാണ് സംസ്ഥാന സർക്കാർ അവരാഗ്രഹിച്ച രീതിയിൽ ഈ അന്വേഷണം മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത് പ്രകാരമാണെങ്കിൽ SIT ഈ കൊല്ലത്തെ കോടതിയുടെ വിധിക്കെതിരായിട്ട് അപ്പീൽ പോകുന്നു എന്നാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റാരുടെയും കാര്യത്തിൽ അപ്പീൽ പോയി ഇന്ന് പോകുന്നില്ലല്ലോ. ഇതിനേക്കാൾ രൂക്ഷമായ വിമർശനം ഹൈക്കോടതി SITക്കെതിരെ നടത്തിയല്ലോ. ശങ്കരദാസന്റെ കേസിൽ ഹൈക്കോടതി അതിരൂക്ഷമായി ഈ SIT വിമർശിച്ചല്ലോ. അതിനെതിരായിട്ട് SIT ഒരു
ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ മൂവ്മെൻറ്റ് നടത്തി നമ്മളറിയില്ലല്ലോ. എന്തേ തന്ത്രിയുടെ കാര്യം വരുമ്പോൾ അപ്പീൽ കൊടുക്കാൻ അതാരുടെ തീരുമാനമാണ്? അത് SITയുടെ തീരുമാനമാണോ അതോ സർക്കാരിൻ്റെ തീരുമാനമാണോ? അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇക്കാര്യത്തിൽ വസ്തുതകളെ അട്ടിമറിക്കാൻ, യഥാർത്ഥമായിട്ടുള്ള അന്വേഷണത്തെ അട്ടിമറിക്കാൻ, ഈ കേസിൻ്റെ പിറകിലുള്ള എല്ലാ ഗൂഢാലോചനയും പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് ഉണ്ടായിട്ടും ആഭ്യന്തര വകുപ്പിലെ പോലീസ് ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് SITയെ നിയന്ത്രണ വിധേയമാക്കി CPM ആഗ്രഹിക്കുന്ന വഴിയിലൂടെ SITയുടെ അന്വേഷണം കൊണ്ടുപോകാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസും ആഭ്യന്തര വകുപ്പും പരിശ്രമിക്കുകയാണ്. ഇത് അനുവദിക്കാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കാനും വേണ്ടി കഴിയില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ചില കാര്യത്തിൽ SIT വ്യക്തത വരുത്തേണ്ടതായിട്ടുണ്ട്. ശബരിമല തന്ത്രിയെപ്പോലെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ അറസ്റ്റിൻ്റെ ഘട്ടത്തിൽ ഒരു പ്രതികരണവും നടത്താത്ത പാർട്ടിയാണ്. ഞങ്ങൾ അന്ന് പറഞ്ഞ നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ എന്ന് തന്നെയാണ്. ഞങ്ങൾ SITയെ കുറ്റപ്പെടുത്തിയിട്ടില്ല, അന്വേഷണത്തെ കുറ്റപ്പെടുത്തിയിട്ടില്ല. പക്ഷെ 41 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തു വരുമ്പോൾ, അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ, ജാമ്യം കൊടുക്കുന്ന കോടതി പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഗൗരവത്തോടുകൂടി കാണണം. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇതിൽ രാഷ്ട്രീയ പക്ഷപാതമുണ്ട്, രാഷ്ട്രീയ തീരുമാനമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ അന്വേഷണത്തിൽ CPMൻ്റെയും സംസ്ഥാന സർക്കാരിനെയും ഇടപെടലുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകൾ അനുവദിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിന് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കും. ഇത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയില്ല. ഇതിലൂടെ പലരെയും രക്ഷപ്പെടാൻ അനുവദിക്കുകയാണ്. കോൺഗ്രസിൻ്റെയും VD സതീശൻ്റെയും വായ മൂടിക്കെട്ടിയതുപോലെ BJPയുടെ വായ മൂടിക്കെട്ടാൻ മുഖ്യമന്ത്രിയും ഗവൺമെൻറ് പരിശ്രമിക്കേണ്ട. ഞങ്ങൾ ഈ പ്രക്ഷോഭം മുമ്പോട്ട് പോകും. ഇങ്ങനെ രാഷ്ട്രീയമായ പക്ഷപാതത്തോടുകൂടി CPMൻ്റെ രാഷ്ട്രീയ അജണ്ട മുൻപിൽ വെച്ചുകൊണ്ടുള്ള നിലപാട് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല. ഇതിൻ്റെ കൂടെയാണ് ശബരിമല അയ്യപ്പ സംഗമത്തിൻ്റെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകളെല്ലാം പുറത്തു വന്നിട്ടുള്ളത്. ഇതും അന്വേഷണ പരിധിയിൽ വരേണ്ടതാണ്. ഞങ്ങൾ അന്ന് തന്നെ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എന്താണോ BJP അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുള്ളത്, ശബരിമല വിശ്വാസികൾ അയ്യപ്പ സംഗമത്തിന് ബദലായി പന്തളത്ത് വിശ്വാസികളുടെ സംഗമം വെച്ചിരുന്നു. ആ സന്ദർഭത്തിൽ ആ വിശ്വാസികളുടെ സംഗമം, അയ്യപ്പ വിശ്വാസികളുടെ സംഗമം മുമ്പോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ശരിയാണെന്ന് ബോധ്യമായല്ലോ. ഇത് രാഷ്ട്രീയ നാടകമായിരുന്നു എന്നും പമ്പയിൽ നടന്നത് ഒരു LDFൻ്റെ രാഷ്ട്രീയ സമ്മേളനം മാത്രമായിരുന്നു എന്നും സർക്കാരിൻ്റെ ഖജനാവിലെ കോടികളാണതിൽ ദൂർത്തടിച്ചത് എന്നുമൊക്കെ ഞങ്ങളെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ വിമർശിച്ചവരാണല്ലോ ഈ ഗവൺമെൻറ്റിൻ്റെ ആളുകൾ. ഇപ്പോൾ ബോധ്യമായല്ലോ. ഇപ്പോൾ ദേവസ്വം ബോർഡ് പറയുകയാണല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണല്ലോ, ഞങ്ങളെ പൈസ ഒന്നും കൊടുക്കാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ആര് കൊടുക്കും? 7 കോടി രൂപ ഊരാളുങ്കൽ സൊസൈറ്റി കരാർ ഒപ്പിട്ടിട്ടുണ്ട്. അതിൽ 4 കോടിയെ ഞങ്ങൾ കൊടുക്കുള്ളൂ, ബാക്കി 3 കോടി കൊടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ബാക്കി ആര് കൊടുക്കും? കുമരകം റിസോർട്ടിലെ ബില്ല് ഞങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നു, ആര് കൊടുക്കും? മൂന്നാറിൽ റിസോർട്ടിൻ്റെ ബില്ല് ഞങ്ങൾ കൊടുക്കില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുന്നു, ആര് കൊടുക്കും? അപ്പോൾ ഇതെല്ലാം സംസ്ഥാന സർക്കാർ കൊടുക്കണം. കാരണം ഇതെല്ലാ ബില്ലും വന്നിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ്. ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ച ഒരു പരിപാടിക്ക് റൂം ബുക്ക് ചെയ്താൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ ബില്ല് വരിക? അതിൻ്റെ യുക്തി എന്താണ് ഞങ്ങൾക്ക് അറിയില്ല. സംസ്ഥാന സർക്കാർ പറഞ്ഞ് ഞങ്ങൾക്ക് പങ്കില്ല എന്നാണല്ലോ. സംസ്ഥാന സർക്കാരിന് പങ്കില്ല എങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ റൂം ബുക്ക് ചെയ്തതിൻ്റെ ബില്ല് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിലാണ് വരിക, അല്ലല്ലോ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോട്ടോകോൾ ഓഫീസറുടെ പേരിൽ ബില്ല് വന്നാൽ സംസ്ഥാന സർക്കാർ ബില്ല് പേ ചെയ്യണം, ഇല്ലെങ്കിൽ അവർ കോടതി പോകും. നാളെ ഇവരെല്ലാവരും കോടതിയിൽ പോയാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിന്ന് പണമടക്കണ്ടേ? അപ്പോൾ ആരുടെ പണമാണ്? ഇവർക്ക് ധൂർത്തടിക്കാൻ സംസ്ഥാന ഖജനാവിലെ പണമല്ല ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് അതാണ് ഞങ്ങൾ അന്നേ പറഞ്ഞത്, LDFൻ്റെ ഒരു രാഷ്ട്രീയ സമ്മേളനമായിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലെ പണമാണ് കൊള്ളയടിച്ചത്. ആ സംസ്ഥാന സർക്കാരിൻ്റെ അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടതാണ്. ഇതെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനും പ്രക്ഷോഭത്തിനും ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്, സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിനെ കുറിച്ച് നേരത്തെ ഉയർന്നിട്ടുള്ള ആരോപണം അത് ICUവിലായിരുന്നു എന്നാണ്. പിന്നെ പറഞ്ഞത് വെന്റിലേറ്ററിലാണ്. ഇപ്പം അതും കഴിഞ്ഞ് അതിൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിൻ്റെ ശവമടക്കം മാത്രമേ ആവശ്യമുള്ളൂ. ഇത്രയും കുത്തഴിഞ്ഞ ഒരു ആരോഗ്യ വകുപ്പ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. ഇതിന് ഉത്തരവാദിത്വം ആരായിട്ടുണ്ടെങ്കിൽ ഇന്നലെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറയുകയാണ്, ഞാനല്ലല്ലോ ശസ്ത്രക്രിയ നടത്തുന്നത്.
അത് പറഞ്ഞത് സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് ഒഴിവാകാൻ സാധിക്കുമോ? ഇത് ഏതെങ്കിലും ഒരു സംഭവമാണെങ്കിൽ നമുക്ക് ഒറ്റപ്പെട്ടതാണെന്ന് പറയാം. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന ഞാൻ കണ്ടത് ഒറ്റപ്പെട്ടതാണ്. ഒരു സംഭവമല്ലേ ഒറ്റപ്പെട്ടത്? കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്രയെത്ര കേസുകളാണ്. ഏതെങ്കിലും ഒരു കേസിൽ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ മാതൃകാപരമായി ശിക്ഷിച്ചോ? കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സമാനമായൊരു സംഭവം ഉണ്ടായിട്ട് മനഃപൂർവ്വം കുറ്റപത്രം വൈകിക്കുകയാണ്. 2 അന്വേഷണം നടന്നു അവിടെ. ആ 2 അന്വേഷണത്തിലും പ്രതികളാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ CPM മുന്നിട്ടിറങ്ങുകയാണല്ലോ. ഏതെങ്കിലും കേസിൽ ആരെങ്കിലും ശിക്ഷിച്ചോ? ഇപ്പോൾ ആലപ്പുഴ സംഭവം നിങ്ങൾ നോക്ക്. ആലപ്പുഴ സംഭവത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് അന്നത്തെ പ്രിൻസിപ്പാളിനെ മാത്രമല്ലേ? അന്ന് ആ ശസ്ത്രക്രിയയിൽ പങ്കെടുത്ത ഡോക്ടർമാർക്കെതിരായിട്ടാണ് നടപടിയില്ലാത്തത്. അതുണ്ടാവണ്ടേ? അതിനെക്കുറിച്ച് അന്വേഷിക്കണ്ടേ? മെഡിക്കൽ ഡയറക്ടറിൻ്റെ റിപ്പോർട്ടാണോ വേണ്ടത്? അതുമാത്രം മതിയോ? അതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ? റിപ്പോർട്ട് പോലീസിന് കൈമാറുമെന്നാണ് പറയുന്നത്. എന്തിനാ ഡോക്ടർമാരുടെ റിപ്പോർട്ട് പോലീസിന് കൈമാറുന്നത്? അവരുടെ പരാതിയുണ്ടല്ലോ, ഈ സ്ത്രീയുടെ പരാതിയുണ്ടല്ലോ. ആ സ്ത്രീയുടെ പരാതിയുടെ പുറത്ത് കേസെടുത്ത് എന്തുകൊണ്ട് അന്വേഷിച്ചുകൂടാ? അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, സംസ്ഥാന ആരോഗ്യ വകുപ്പ് അത് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, ഇപ്പോൾ അത് മരണപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ശവമടക്കുള്ള തീയതി മാത്രം നിശ്ചയിച്ചാൽ മതി. ഇത്രമാത്രം കുത്തഴിഞ്ഞ ഒരു ആരോഗ്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇനിയും എന്തിൻ്റെ പേരിലാണ് ഈ ആരോഗ്യമന്ത്രി അധികാരത്തിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് എന്നറിയില്ല. സത്യത്തിൽ അവർക്ക് എന്തെങ്കിലും തരത്തിൽ ഒരു ജനാധിപത്യ മര്യാദയുണ്ടെങ്കിൽ അവർ എന്നെ രാജിവെക്കേണ്ടതായിരുന്നു. ഞാൻ രാജിവെക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുന്നില്ല, പക്ഷേ സ്വമേധയെ അവർ രാജിവെക്കേണ്ടതാണ്. ഇനിയിപ്പോൾ 1 മാസം കൂടിയല്ലേ ഉള്ളൂ. പക്ഷേ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇത്രമാത്രം കുത്തഴിഞ്ഞ അനാരോഗ്യകരമായിട്ടുള്ള പ്രവണതകളുള്ള, മിസ്മാനേജ്മെൻറ്റുള്ള, എല്ലാ സിസ്റ്റവും തകർന്നു പോയിട്ടുള്ള ഒരു മേഖല, ആരോഗ്യ മേഖലയെ പോലെ മറ്റൊരു മേഖല കേരളത്തിൽ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഉത്തരവാദിത്തം മന്ത്രിക്ക് മാത്രമാണ്. ഏതെങ്കിലും മെഡിക്കൽ സൂപ്രണ്ടുമാരെയോ ഡോക്ടർമാരോ തലയിലിട്ടുകൊണ്ട് രക്ഷപ്പെടാമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വിചാരിക്കേണ്ട. ആരോഗ്യമന്ത്രി അതിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് തന്നെയാണ് BJP ആവശ്യപ്പെടുന്നത്. ഓക്കെ. രാഷ്ട്രീയ പ്രക്ഷോഭം നടത്തുമെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് കോടതിയിലേക്ക് നീങ്ങാത്തത്? കാരണം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാന സർക്കാർ തന്നെയാണ് SIT നിയന്ത്രിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോടതിയെ സമീപിച്ചൂടെ? അല്ലതപ്പോൾ ആലോചിക്കണം. കാരണം കോടതിയുടെ നിരീക്ഷണത്തിലുള്ളൊരു കേസാണല്ലോ. അതുകൊണ്ട് കോടതിക്കെതിരായിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കില്ലല്ലോ. പക്ഷേ SITയുടെ അന്വേഷണത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് അതാത് സന്ദർഭത്തിൽ തന്നെ ശബരിമല ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ തന്നെ കോടതിയിലെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത് ഈ ജാമ്യ ഹർജി പരിഗണിക്കുന്ന സമയത്തുള്ള ഹൈക്കോടതി മുമ്പിലെത്തിയ സമയത്ത് പ്രതികളുടെ വക്കീലന്മാർ തന്നെ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ഹൈക്കോടതിയെക്കുറിച്ച് കൺസേൺ ആണ്. ഹൈക്കോടതി കൺസേൺ ആയതുകൊണ്ടാണ് ചില പരാമർശങ്ങൾ ഹൈക്കോടതി ഭാഗത്തുണ്ടാകുന്നത്. അതുകൊണ്ട് നിയമപരമായ കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാം, ആ സമയത്ത് ആലോചിക്കാം. പക്ഷേ ഞങ്ങളിപ്പോൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത് CPM ഈ കാര്യത്തിൻ്റെ ഇടപെടൽ എന്താണ്. CPM-ന് സംസ്ഥാന സർക്കാരിൻ്റെ ഒന്നും മറക്കാനെങ്കിൽ അവരെന്തിന് ഇടപെടണം? അന്വേഷണത്തിന് വഴിക്ക് പോയാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് ഈ രാഷ്ട്രീയ ഇടപെടൽ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. പല കാരണങ്ങളുണ്ടാകാം, നമുക്കറിയില്ല എന്താണ് ഇവരുടെ മോട്ടീവെന്ന്. പക്ഷേ തന്ത്രി തന്നെ പറയുന്നത് ശബരിമല പ്രക്ഷോഭ കാലത്ത് അന്നത്തെ ഗവൺമെൻറ്റിൻ്റെ പല നിലപാടുകളെയും ഇദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. കാരണം ശബരിമലയിൽ ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ സംരക്ഷണത്തോടുകൂടി ഒരു യുവതിയെ മലകയറ്റിയ സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ. നമ്മളെല്ലാവരും ലൈവ് അത് കണ്ടതാണല്ലോ. നടപ്പന്തൽ വരെ പോലീസിൻ്റെ സംരക്ഷണയിൽ ഒരു യുവതി വന്നിട്ടുള്ളതാണ്. 10,000-കണക്കിന് അയ്യപ്പ ഭക്തന്മാർ പ്രതിഷേധിച്ചിട്ടും ആ പ്രതിഷേധത്തെ വകവെക്കാതെ ഞങ്ങൾ ആ യുവതിയെ പടികയറ്റുമെന്നായിരുന്നു അന്ന് അതിന് നേതൃത്വം നൽകിയ, പിന്നീട് അദ്ദേഹം മാനസാന്തരപ്പെട്ടു, അന്ന് ആ നടപടിക്ക് നേതൃത്വം നൽകിയ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞത്. അത് പരാജയപ്പെടുത്തിയത് ശബരിമല നടയടക്കാൻ ഈ തന്ത്രി തീരുമാനിച്ചതുകൊണ്ടാണ്. അത് അദ്ദേഹത്തിൻ്റെ റൈറ്റാണ്. അന്നു മുതൽ അദ്ദേഹത്തോട് വിരോധമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ മോട്ടീവ്. പക്ഷേ എന്താണ് അറിയേണ്ടതാണ്. അത് SIT കൂടി വ്യക്തമാക്കണം. തെളിവില്ലാതെ എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് SIT വ്യക്തമാക്കട്ടെ. അല്ല, ഞങ്ങളൊരു അന്വേഷണത്തെയും എതിർക്കുന്നില്ലല്ലോ. ഞങ്ങൾ തന്ത്രിയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ പ്രതിഷേധിക്കാൻ പോയോ? അറസ്റ്റ് പാടില്ല എന്ന് പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ലല്ലോ. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് തെളിവ് കിട്ടിയാൽ അവർ അറസ്റ്റ് ചെയ്യാം. ഏതാളെയും അറസ്റ്റ് ചെയ്യാം.
നാളെ തന്ത്രിയും അറസ്റ്റ് ചെയ്യാം, അവിടുത്തെ മേൽശാന്തിയും അറസ്റ്റ് ചെയ്യാം, ആരെയും അറസ്റ്റ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല. ഞങ്ങൾ കഴിഞ്ഞ 41 ദിവസക്കാലം ഒന്നും പറഞ്ഞില്ലല്ലോ. ഇപ്പം ഞങ്ങൾ പറയുന്നത് ആ അറസ്റ്റ് കഴിഞ്ഞിട്ട് ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ജാമ്യം നൽകിയിട്ടുള്ള കോടതി പറയുകയാണ് ഈ അന്വേഷണ ഏജൻസി ഒരു തെളിവിൻ്റെ കണിക പോലും ഞങ്ങൾക്ക് തന്നില്ല. 90 പേജുണ്ട്, നിങ്ങൾ വായിച്ചിട്ടുണ്ടാവുമല്ലോ അത്. ആ മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്ന കോടതി ഉത്തരവ്, അതിൽ പല സന്ദർഭത്തിൽ പറയുകയാണ് കോടതി തെളിവ് എവിടെ, ഒരു തെളിവ് ഹാജരാക്കുന്നില്ല. തെളിവിൻ്റെ ഗ്രാവിറ്റിയെക്കുറിച്ച് അതൊക്കെ പിന്നീടാണ്, അതൊക്കെ സാധാരണ വിചാരണ ഘട്ടത്തിലാണ്. തെളിവ് കൊടുത്ത ആ തെളിവിൻ്റെ ഗ്രാവിറ്റി എത്രമാത്രമുണ്ട്, ആ തെളിവിന് കൗണ്ടറായിട്ട് മറ്റെന്തെങ്കിലും ഉണ്ടോ, ഇതൊക്കെ വിശദമായി പരിശോധിക്കപ്പെടേണ്ട വിചാരണ ഘട്ടത്തിലാണ്. നമുക്ക് ജാമ്യം കൊടുക്കുന്ന സമയത്ത് പറയാൻ പറ്റില്ല. പക്ഷെ അവിടേക്കൊന്നും എത്തിയില്ല. കോടതി പറയുകയാണ് അതിനൊക്കൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഈ എന്താ പറയുക, റിമാൻഡ് റിപ്പോർട്ടിലാണല്ലോ പറയുക, ജാമ്യത്തെ എതിർത്തുകൊണ്ടും റിമാൻഡ് റിപ്പോർട്ടിലും ഒരിടത്തും ഒരു കാര്യവും പറഞ്ഞിട്ട് അന്വേഷണത്തിൻ്റെ കണിക പോലുമില്ല. അവിടെയാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അല്ലെങ്കിൽ SIT പറയട്ടെ, ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ടായിരുന്നു, ഞങ്ങൾ കൊടുത്തിട്ടില്ല. അത് SIT പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ 41 ദിവസം ജയിലിലിടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? റിപ്പോർട്ടിലോ ആദ്യ ദിവസം ഞാൻ കൊടുക്കുന്നതാണല്ലോ, അത് കോടതി പരിശോധിച്ചില്ല. കോടതിക്ക് അതിലൊരു വീഴ്ച വന്നുവെന്നല്ലേ? അല്ല, കോടതി കാരണം ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും SIT എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി നിരീക്ഷിക്കുന്ന ഒരു ഏജൻസി. ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ കോടതിയല്ല, കോടതി എന്താണ്, കോടതിയുടെ വാദം എന്താണെന്ന് പറയാൻ ഞാനാളല്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള ഒരു SIT അന്വേഷിക്കുന്ന കേസിൽ എല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമേ ആദ്യം തന്നെ ജാമ്യം കൊടുക്കാൻ സാധിക്കില്ല. കാരണം SIT അതിശക്തമായിട്ട് എതിർക്കുകയാണല്ലോ. SIT അതിശക്തമായി എതിർക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യം ഒരു കോടതിയും ജാമ്യം കൊടുക്കാൻ നിൽക്കുന്നില്ല. കാരണം SITയിൽ അത്രയും വിശ്വാസമാണ്. ഹൈക്കോടതി മോണിറ്ററിംഗ് ഏജൻസിയാണ്, അതിനെന്തിനാ വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ പല സന്ദർഭത്തിൽ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടാകും, ഒരുപക്ഷെ അതായിരിക്കാം അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. എന്തെങ്കിലും തെളിവുണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ടത്, അതായിരിക്കാം. അല്ലെങ്കിൽ ഒരു കോടതി എങ്ങനെ പറയും, മറ്റാരുടെയും കാര്യത്തിൽ പറഞ്ഞിട്ടില്ലല്ലോ. ഈ തന്ത്രിക്ക് BJP എന്തെങ്കിലും ബന്ധമുണ്ടോ? CPM പറയുന്നത് അയ്യപ്പനേക്കാൾ തന്ത്രിക്ക് വിശ്വാസം BJP ആണ് എന്നൊക്കെ പറയുന്നത്. തന്ത്രിയും BJPയും തമ്മിൽ എന്താണ്? അത് നിങ്ങൾ ചെങ്ങന്നൂർ അന്വേഷിച്ചാൽ മതി. തന്ത്രിയും BJPയും തമ്മിൽ ബന്ധമില്ല. തന്ത്രിയായിട്ട് ആർക്കൊക്കെയാണെങ്കിൽ ബന്ധങ്ങൾ, വ്യക്തിപരമായൊരു ബന്ധമുണ്ടാകും. അതിനപ്പുറത്തുള്ള ബന്ധം ആരാണെന്ന് നിങ്ങൾ ചെങ്ങന്നൂരിൽ നിങ്ങൾ റിപ്പോർട്ടർമാരോട് ചോദിച്ചാൽ മതി. ഞാനിപ്പോൾ പറയുന്നില്ലേ, BJP രാഷ്ട്രീയമായിട്ടുള്ള കൂട്ടിയിണങ്ങൾ. ഞങ്ങൾ തന്ത്രി എന്നുള്ള വ്യക്തിയെ സംബന്ധിച്ചുള്ള ശബരിമല തന്ത്രിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ, കാരണം ശബരിമല വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട ആളാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം, അതിലൊന്നും യാതൊരു വിഷയവുമില്ല. ഞങ്ങളതുപോലെ പറയും. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമികളെ അറസ്റ്റ് ചെയ്തില്ലേ തമിഴ്നാട് ഗവൺമെൻറ്? ഞങ്ങൾ പ്രതിഷേധിച്ചില്ലല്ലോ. ഞങ്ങളുടെ നിലപാട് എപ്പോഴും അങ്ങനെയാണ്. ഒരു അന്വേഷണ ഏജൻസി ഏതെങ്കിലും തെളിവിൻ്റെ പേരിൽ ഒരാളെ അറസ്റ്റ് ചെയ്താൽ നിയമപരമായി പോകണം. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനൊരു സുവർണാവസരമാക്കി മാറ്റാനുള്ള നീക്കമല്ലേ BJP നടത്തുന്നത്? അല്ല, BJP എന്ന് മാറ്റുന്നത് ജനങ്ങളുടെ മുമ്പിൽ കാര്യങ്ങളൊക്കെ മാറ്റി നിൽക്കുകയാണ്. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ CPM എന്ന് പറയുന്ന ഗവൺമെൻറ്റിൻ്റെ ഉടുമുണ്ട് അഴിഞ്ഞു പോയിരിക്കുകയല്ലേ ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ. ഇവർ എന്തെടുത്ത് നഗ്നത മറക്കാൻ ശ്രമിച്ചാലും അത് മറയില്ല. സമ്പൂർണ്ണമായിട്ട് തുണി ഉരിയപ്പെട്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ CPMൻ്റെയും ശബരിമല കൊള്ളക്കേസിൽ. പിന്നെ ഞങ്ങളിതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും അവസരമാക്കണം? ഓൾറെഡി ജനങ്ങളുടെ മുമ്പിൽ ഇതുണ്ടല്ലോ. ഒരു സുവർണാവസരം തന്നെയല്ലേ ശരിക്കും നോക്കുമ്പോൾ? സുവർണാവസരം തന്നെയല്ലേ തെരഞ്ഞെടുപ്പ്? അത് UDF ആണോ? തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ മുദ്രാവാക്യം ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ലല്ലോ, അത് ഒരു വിഷയം കൂടി മാത്രമല്ലേ. ഞങ്ങൾ വികസിത കേരളം എന്നുള്ള മുദ്രാവാക്യം മുമ്പോട്ട് വെച്ചിട്ടില്ലേ ഞങ്ങൾ കോടതിയിൽ പറഞ്ഞൊരു കാര്യം വളരെ പ്രധാനപ്പെട്ടാണ്. അതായത് ശബരിമലയിൽ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എതിർത്ത് സർക്കാർ നിലപാടിനെ എതിർത്തുകൊണ്ടാണ് ഈ പ്രതികാര നടപടി എന്നാണ് പറഞ്ഞത്. പുള്ളി ഉയർത്തിയൊരു വലിയ കാര്യമാണ്. കാരണം വലിയൊരു ആരോപണമാണ് ഉയർത്തിയത്. അത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ BJPയുടെ ആരോപണങ്ങൾ വരുന്നത്. ഇപ്പം കടകംപള്ളിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് പറയുമ്പോൾ അതിന് പ്രാധാന്യം കുറച്ച് അധികമില്ലേ ശരിക്കും പറഞ്ഞാൽ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറയുന്നത്, ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങളത് പറയുന്നത്. തന്ത്രി ഉയർത്തിയിട്ടുള്ള ആരോപണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് പ്രാഥമികമായി നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. ഈ കോടതി വിധിയും കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും. അതിപ്രാവശ്യം ജനങ്ങളുടെ മുമ്പാകെ ഞങ്ങൾ അവതരിപ്പിക്കും. ഞങ്ങളുടെ ബാധ്യതയാണ്, ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിലാണല്ലോ ശബരിമലയിലെ പുനഃപരിശോധനാ ഹർജി വരുന്നത്. സംസ്ഥാന സർക്കാർ ഇതുവരെ അതിനെ സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. ഇതുവരെ മാർച്ച് 14-ാം തീയതിക്ക് മുമ്പേ പറയണമെന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. P. രാജീവ് നിയമകാര്യ മന്ത്രിയോട് ചോദിച്ചപ്പോൾ അവിടെയും ഇവിടെയും തൊടാതെയുള്ള മറുപടിയാണ് വന്നിട്ടുള്ളത്. എന്താണ് സംസ്ഥാന സർക്കാർ സത്യവാങ്മൂലം തിരുത്തുമോ? പുതിയ സത്യവാങ്മൂലം കൊടുക്കുമോ? പുതിയ സത്യവാങ്മൂലം കൊടുത്താൽ കേരളത്തിലെ ജനങ്ങളോട് CPM മാപ്പ് പറയണം.
കേരളത്തിലെ കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളോട് മാപ്പ് പറയുന്നത്. പിന്നെ എന്തിനായിരുന്നു ഈ പോരാട്ട നാടകമെല്ലാം നടത്തിയത്? മാത്രമല്ല 10,000-കണക്കിന് ആളുകളുടെ പേരിൽ എന്തിനാണ് കേസെടുത്തത്? ഇപ്പോഴും കേസ് നടക്കുകയാണല്ലോ. BJP നേതാക്കന്മാർക്കെതിരായിട്ട് 95 വയസ്സുള്ള രാജേട്ടൻ ഇപ്പോഴും കേസിൽ പ്രതിയാണ്. കാറ് കത്തിച്ച കേസിലാണ് പ്രതി. രാജേട്ടൻ 90-ാമത്തെ വയസ്സിൽ കാറ് കത്തിക്കാൻ പോയത്. കള്ളക്കേസെടുത്തിരിക്കുകയാണ്. എത്ര നേതാക്കന്മാരിൽ 40-45 ദിവസം മുൻ സംസ്ഥാന പ്രസിഡന്റ് എന്തിനാണ് ജയിലിൽ കിടന്നത്? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെല്ലാം CPM ആണ്. സത്യവാങ്മൂലം മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം CPM മറുപടി ഞങ്ങൾ അവരെ കൊണ്ട് പറയിപ്പിക്കും, ജനങ്ങൾ പറയിപ്പിക്കും. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ സംസ്ഥാന സർക്കാർ ഒന്ന് നിലപാട് വ്യക്തമാക്കട്ടെ. പലപ്പോഴും മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞ ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണെന്ന്, പക്ഷേ നിലപാടെടുക്കുന്ന സമയത്ത് അത് കാണുന്നില്ല എന്നൊരു കാര്യം കൂടി ഇതിനകത്ത്. ആര് നിലപാടെടുക്കുമ്പോൾ? CPM നിലപാടെടുക്കുന്ന ഒരു ഘട്ടത്തിലും വിശ്വാസികളോടൊപ്പമല്ലല്ലോ. CPMന് വിശ്വാസികളുടെ ഭണ്ഡാരം മാത്രമേ ഉള്ളൂ. CPM എക്കാലത്തും ഭണ്ഡാരത്തോടൊപ്പമാണ്. ഭണ്ഡാരപ്പെട്ടിയോടൊപ്പമാണ് എക്കാലത്തും CPM. അതുണ്ടാവും. അതിനു വേണ്ടവരെല്ലാ ദേവസ്വം ബോർഡിലും കയറിക്കൂടും, എല്ലാ ക്ഷേത്ര കമ്മിറ്റിയിലും കയറിക്കൂടും. ഭണ്ഡാരം പൊട്ടിക്കുന്ന സമയത്ത് എല്ലാവരും ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസവും വേണ്ട, അമ്പലവും വേണ്ട, ക്ഷേത്രം വേണ്ട, പിന്നെ കൊള്ളയടിക്കാനുള്ള ഏർപ്പാട് മാത്രമാണ്. അതെത്ര കാലമായി കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ത്രീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട ആയതിനു ശേഷം നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അതിന്റെ മുഴുവൻ ഗുണവും UDF-നാണ് കിട്ടിയത്. ഇപ്പോൾ ഈ അടുത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക്, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇതിന്റെ ഗുണം മുഴുവൻ കിട്ടാൻ പോകുന്നത് UDF-നായിരിക്കും. അങ്ങനെ മുൻവിധി ആവശ്യമില്ലല്ലോ. കാരണം ഈ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ പങ്കാളിത്തവും വ്യക്തമാവുകയാണല്ലോ. ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഞാൻ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് VD സതീശൻ്റെ വായ അടഞ്ഞു പോയത്. അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തപ്പോൾ നിന്നല്ലോ, സ്വിച്ചിട്ടതുപോലെ നിന്നല്ലോ. ഇപ്പോൾ ആർക്കും പ്രതിഷേധിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഒന്നും പറയുന്നില്ലല്ലോ. അടൂർ പ്രകാശൻ എന്താ ഇതിൽ റോള്? ആരാണ് സോണിയാഗാന്ധിയെ കാണിച്ചത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ. ഒരാൾ അടൂർ പ്രകാശിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാം? അല്ലെങ്കിൽ ആൻ്റണിയുടെ കൂടെ ഫോട്ടോ എടുക്കുന്നു, അല്ലെങ്കിൽ മറ്റാരുടെയും കൂടി ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ ഒക്കെ ഇപ്പോൾ ആർക്കും ആരുടെയും കൂടി എടുക്കാം. പക്ഷേ സോണിയാഗാന്ധി അങ്ങനെയുള്ള ഒരാളല്ല. സോണിയാഗാന്ധി രാജ്യത്ത് SPG സംരക്ഷണമുള്ളൊരു വ്യക്തിയാണ്. അവരെ കാണണമെങ്കിൽ മുൻകൂട്ടി അപ്പോയിൻമെൻ്റ് എടുക്കണം. ആരെങ്കിലും ഒരു ശുപാർശ ചെയ്യണം. ഒരു ഏലസ് കെട്ടാനൊന്നും ഒരു തന്ത്രിക്കും പെർമിഷൻ അവിടെ കൊടുക്കില്ല. കൃത്യമായിട്ടുള്ള പരിശോധനയും അന്വേഷണമൊക്കെ ഉണ്ടാവും. അത് കോൺഗ്രസ് അറിയാതെ പോയി എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഈ അത്രയും വിഡ്ഢികളാണ്. അപ്പോൾ അതിശക്തമായി ആരോ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ആ റെക്കമെൻഡേഷനാണല്ലോ അറിയേണ്ടത്. ഈ സദാനന്ദ ഗൗഡയുടെ അടുത്ത് എങ്ങനെ എത്തി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി? അതൊരു അമ്പലത്തിലല്ലേ സാർ, അതൊരു ക്ഷേത്രത്തിലല്ലേ. ഈ അല്ല കുഴപ്പത്തിൻ്റെതല്ലോ. സദാനന്ദ ഗൗഡ വീട്ടിൽ പോയി കണ്ടു നടന്നുകൊണ്ടല്ലോ. ഒരു അമ്പലത്തിലെ പരിപാടിക്ക് അമ്പല കമ്മിറ്റി വിളിച്ചുകൊണ്ട് വന്നല്ലേ. ആ പരിപാടിക്ക് സദാനന്ദ ഗൗഡ ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ. ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ പലരുടെയും നേതാക്കന്മാരുടെ കൂടെ ഫോട്ടോ ഉണ്ട്, ഞാൻ ആ ഫോട്ടോയെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ ഉണ്ണികൃഷ്ണൻ പോയിട്ട് വീട്ടിൽ പോയ ഫോട്ടോ ഉണ്ട്, ഞാനതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഒരാളുടെ വീട്ടിൽ പോയി ഏതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ പോയി ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞാൻ ആകെ പറഞ്ഞത് പത്മകുമാറിൻ്റെ മൊഴിയുണ്ട്. ആ മൊഴിയെക്കുറിച്ചാണ്. ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഒരു മൊഴി കിട്ടിയാൽ, ഇപ്പോൾ ഉദാഹരണം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത് വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ വാസുവിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ പത്മകുമാറിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യണം. അങ്ങനെയാണല്ലോ അതിൻ്റെ അന്വേഷണത്തിൻ്റെ രീതി. മറ്റൊരു കാര്യം, ഈ അനിലൊക്കെ കോൺഗ്രസ് നേതാവ് സുരേഷ് ഗോപി കുമ്പിടി എന്നാണ് അദ്ദേഹം പറയുന്നത്. 2 മാസം മുന്നേയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് വോട്ട് ചെയ്തു. കഴിഞ്ഞ വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ട് ചെയ്തു. ഇത്തവണത്തെ ലേറ്റസ്റ്റ് വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ഗുരുവായൂർ ഉണ്ടെന്നാണ് പറയുന്നത്. ആണോ? എനിക്കറിയില്ല. ഗുരുവായൂരാണ് അദ്ദേഹം. ഫോട്ടോ സഹിതം ആണ്. അപ്പോൾ ഫേസ്ബുക്ക് കുറച്ച് നേരമായിട്ടേ ഉള്ളൂ. അതിനെക്കുറിച്ച് സുരേഷ് ഗോപിയാണ് പറയേണ്ടത്. എങ്ങനെയാണ് അയാളുടെ വോട്ട് ഗുരുവായൂർ വന്നത്. എന്തായാലും SIRൽ ഒരാൾക്ക് 2 സ്ഥലത്ത് വോട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കില്ലല്ലോ. 2 സ്ഥലത്ത് വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല. ഒരു സ്ഥലത്തെ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ വേണ്ടി പാടുള്ളൂ. അത് കൃത്യമായിട്ടുള്ള രേഖകളും വേണം. ഗുരുവായൂരിലെ BLO ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥനായിരിക്കുമല്ലോ, BJPയുടെ ഉദ്യോഗസ്ഥനൊന്നുമല്ലല്ലോ. അപ്പോൾ അത് പരിശോധിക്കട്ടെ. സുരേഷ് ഗോപിയാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വോട്ട് ഗുരുവായൂരാണോ തിരുവനന്തപുരത്താണോ. ഞാൻ മനസ്സിലാക്കിയത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ശാസ്ത്രമംഗലത്താണ് അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം വോട്ട് രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിൻ്റെ വോട്ട് ഗുരുവായൂരിലേക്ക് മാറ്റാൻ അദ്ദേഹം അപേക്ഷ കൊടുത്തിട്ടുണ്ടോ? അത് അദ്ദേഹമാണ് പറയേണ്ടത്. അപേക്ഷ കൊടുക്കാതെ ഹിയറിംഗ് പൂർത്തിയാക്കാതെ ഏതായാലും SIRന് ശേഷം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി സാധിക്കില്ല. ആ നടപടിക്രമങ്ങൾക്ക് അദ്ദേഹം പോയിട്ടുണ്ടെന്ന് അദ്ദേഹമാണ് വ്യക്തമാക്കേണ്ടത്.
സംസ്ഥാന നേതൃത്വം ആരെ നിർദ്ദേശിച്ചു ഞാനെങ്ങനെയാണ് നിങ്ങളോട് പറയാം? നിങ്ങൾ ഓരോ ദിവസവും തൃശ്ശൂർ കുറേ നാൾ ഞാനായിരുന്നു തൃശ്ശൂർ സ്ഥാനാർത്ഥി. അത് കഴിഞ്ഞപ്പോൾ മറ്റേ നമ്മുടെ മുൻ DGP ആയി. ഇപ്പോൾ നിങ്ങൾ പത്മജ വേണുഗോപാൽ പറയുന്നു. ആരെങ്കിലും ഒരാളുണ്ടാവും. രമേശിന് സീറ്റ് ഇല്ല എന്നാ പറയുന്നത്. നിങ്ങളൊരു സീറ്റ് താന്നല്ലേ, നിങ്ങളൊരു സീറ്റ് താ. ഞാനിതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ മത്സരിക്കുന്നും പറഞ്ഞിട്ടില്ല, മത്സരിക്കില്ല എന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിക പട്ടിക പ്രാഥമികമായ ചർച്ചകളൊക്കെ പൂർത്തിയാവുന്നേ ഉള്ളൂ. നിങ്ങൾ 2-3 ദിവസം കൂടി വെയിറ്റ് ചെയ്യ്. അതിൻ്റെ മുമ്പ് എല്ലാ ഊഹാഭവങ്ങളിലെ വന്നോട്ടെ. 2-3 ദിവസത്തിനൊക്കെ ഉണ്ടാവോ പട്ടിക ഉണ്ടാവോ? ഞങ്ങൾ ഈ മാസം അവസാനത്തോടു കൂടി ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കണമെന്നാണ് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിട്ടുള്ളത്. ഇനി ഇത് കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നത്. സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കണം ഞങ്ങളല്ലല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേർന്നിട്ട് പ്രാഥമികമായി ചർച്ച പൂർത്തിയാക്കിയ മണ്ഡലങ്ങളുടെ ലിസ്റ്റ് ഞങ്ങൾ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി പോളിൻ്റെ നേതൃത്വമാണ് ഇത് പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണം. ഞങ്ങൾ കേരളത്തിൽ മുഴുവൻ ചുമരെടുത്ത് ആരംഭിച്ചു. സ്ഥാനാർത്ഥികൾ വന്ന ആ പേരും കൂടി എഴുതിയാൽ മതി. ഞങ്ങൾ നേരത്തെ തയ്യാറെടുപ്പ് തുടങ്ങി. ഞങ്ങളുടെ NDAയുടെ കമ്മിറ്റികൾ എല്ലാ സ്ഥലത്തും രൂപം കൊണ്ടു. തെരഞ്ഞെടുപ്പ് യോഗങ്ങൾ എല്ലാ സ്ഥലത്തും നടന്നു. ഇന്നലെ എല്ലാ ബൂത്തിലും ഇന്നലെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തായിരുന്നു. ആ മൻ കി ബാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ എല്ലാ ബൂത്തിലും NDAയുടെ നേതൃത്വത്തിലുള്ള കുടുംബ സംഗമങ്ങൾ സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഈ ദിവസങ്ങളിൽ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ ഭാഗമായുള്ള ചുവരെഴുത്ത് പ്രചരണവും ഞങ്ങൾ പൂർത്തിയാക്കി. ഞങ്ങളെല്ലാ തയ്യാറെടുപ്പുകളും ആദ്യം പൂർത്തിയാക്കുകയാണ്. ഇനിയിപ്പോൾ മാർച്ച് മാസം ആദ്യത്തെ ആഴ്ചയോടുകൂടി സ്ഥാനാർത്ഥികളുടെ പേര് കൂടി കിട്ടിയാൽ അത് ഫുൾ സ്വിങ്ങിലാവും. ഞങ്ങൾ ചർച്ച പൂർത്തിയാക്കിയിട്ടുള്ള മണ്ഡലങ്ങളെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എത്ര മണ്ഡലങ്ങളിലെ എല്ലാം ഒറ്റയടിക്ക് പറയണ്ട. എന്തിനാ അത്? ഇത് പുറത്തുവരും പറഞ്ഞാൽ പോരെ? രാജീവ് ചന്ദ്രശേഖരൻ ഉറപ്പല്ലേ? ഒന്നും ഞങ്ങൾക്ക് A ക്ലാസും B ക്ലാസ്സും ഒന്നുമില്ല. ഞങ്ങൾ 140 മണ്ഡലങ്ങളിലും ജയിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ചില മണ്ഡലങ്ങൾ ചില പ്രത്യേക ശ്രദ്ധയുണ്ടാകും. അതിന് പ്രത്യേകിച്ച് കാറ്റഗറിയും ക്ലാസ്സൊന്നുമില്ല. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് സാധ്യതയുള്ള പുതിയ സീറ്റുകൾ വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ചില ആൾക്കാർ രാജിവെച്ച് BJPയിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ സാധ്യതകൾ വർദ്ധിക്കുകയാണ്. പുതിയ പാർട്ടികൾ BJPയിലേക്ക് വരുമ്പോൾ അവിടെ ഞങ്ങൾക്ക് സാധ്യതകൾ വർദ്ധിക്കുകയാണ്. അപ്പോൾ സാധ്യതകൾ ഓരോ സന്ദർഭത്തിൽ ഇപ്പോൾ 2020 വന്ന് പാർട്ടി NDA ചേർന്ന സമയത്ത് എറണാകുളം ചില മണ്ഡലങ്ങൾ ഞങ്ങളുടെ സാധ്യത വർദ്ധിച്ചു. അതുപോലെ തന്നെ മറ്റൊരു പാർട്ടി കഴിഞ്ഞ ദിവസം ചേർന്നു. അത് ചേർന്ന സമയത്ത് പഴയ NCP നേതാക്കന്മാരുള്ള പാർട്ടിയാണ്. അപ്പോൾ മലയോര മേഖലയിൽ ചില സീറ്റിൽ ഞങ്ങൾ സ്വാധീനം വർദ്ധിച്ചു. രാജേന്ദ്രൻ BJPയിലേക്ക് ചേർന്നപ്പോൾ ദേവികുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ BJPക്ക് ഒരു സാധാരണ മണ്ഡലമായിരുന്നു. രാജേന്ദ്രൻ BJPയിലേക്ക് ചേർന്നപ്പോൾ അവിടെ നടന്ന റാലിയിൽ 10,000-കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അപ്പോൾ ആ മണ്ഡലത്തിൻ്റെ സാധ്യത വർദ്ധിച്ചപ്പോൾ ഞങ്ങളെ സാധ്യത ഓരോ ദിവസവും പുതിയ മണ്ഡലങ്ങളിലേക്ക് സാധ്യത വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് ഏതെങ്കിലും കുറേ മണ്ഡലങ്ങൾ A കാറ്റഗറി, കുറേ മണ്ഡലം B കാറ്റഗറി, അങ്ങനെയൊന്നും BJP അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടില്ല. ഒരു അമർഷവും ഇല്ല. ഞങ്ങളെ പാർട്ടിയിലേക്ക് ആരെങ്കിലുമൊക്കെ കുറച്ച് പേര് വരുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. ആരും ഇല്ലാത്ത പാർട്ടിയാണെന്നാണല്ലോ BJP കുറിച്ച് ഇന്നലെ വരെ പറഞ്ഞത്. ഇപ്പോൾ ആൾക്കാർ വരികയാണ്. അപ്പോൾ ഞങ്ങളതിന് പ്രയാസപ്പെടുന്നത്. മാത്രമല്ല രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ മൂന്നാർ നടന്ന റാലി മൂന്നാർ കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ റാലിയായിരുന്നു. മണിക്കൂറുകളോളമാണ് 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത റാലി ഇവിടെ നടന്നിട്ടുള്ളത്. മൂന്നാർ കണ്ട ഏറ്റവും വലിയ സമ്മേളനമായിരുന്നു. അതെല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. നടപ്പാക്കില്ല എങ്കിൽ വിദ്യാഭ്യാസ മന്ത്രി രാജ്യസഭയിൽ പറഞ്ഞത് അങ്ങനെ രേഖാമൂലമുള്ള ഒരു അറിയിപ്പും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല എന്നാണ്. അതിനാദ്യം ശിവൻകുട്ടി ഉത്തരം പറയട്ടെ. രണ്ടാമത് PM-ശ്രീ പദ്ധതി നടപ്പിലാക്കേണ്ടത് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്, രക്ഷിതാക്കളുടെ ആവശ്യമാണ്, വിദ്യാഭ്യാസത്തെ സ്നേഹിക്കുന്നവരുടെ ആവശ്യമാണ്. അത് തുലച്ചാൽ അതിന് ഉത്തരവാദി അവരായിരിക്കും. കാരണം ഇപ്പോൾ കേരളത്തിലെ സെൻട്രൽ സ്കൂളുകളിൽ മാത്രമേ PM-ശ്രീ ഉള്ളൂ. അവിടെ ഒരു കുഴപ്പമില്ല നടക്കുന്നുണ്ടല്ലോ. ആ ആനുകൂല്യവും ആ സഹായവും മറ്റ് വിദ്യാലയങ്ങൾ, സർക്കാർ വിദ്യാലയങ്ങളിലെ കുട്ടികൾക്ക് എന്തിനാണ് നിഷേധിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രസക്തമായിട്ടുള്ളതിന് സംസ്ഥാന സർക്കാർ ഉത്തരം പറയേണ്ടി വരും. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ PM-ശ്രീ നടപ്പിലാക്കിയിട്ട് അവിടെ അനവധി ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. തൊട്ടടുത്ത കർണാടകത്തിൽ PM-ശ്രീ പദ്ധതി ഉണ്ടല്ലോ, അവിടെ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ
തൃശ്ശൂർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിൽ പുതിയ NEP-യുടെ ഭാഗമായിട്ടുള്ള പരിഷ്കാരം നടപ്പിലാക്കുന്നുണ്ടല്ലോ. ബിനോയ് വിശ്വത്തിൻ്റെ പാർട്ടിയല്ലേ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഭരിക്കുന്നത്. അവിടുത്തെ ആ യൂണിവേഴ്സിറ്റിക്കകത്ത് NEP നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇത് ആർക്ക് വേണ്ടിയാണ് ഈ വാശി പിടിച്ചാൽ നഷ്ടം കേരളത്തിന് മാത്രമാണ്, കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. അത് മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്. ഇങ്ങനെ പറയുന്നത് പിന്നെ ഇതിന്റെ ആനുകൂല്യം കിട്ടുകയും വേണം, എന്നാൽ പുറത്ത് പറയുന്നത് നാണക്കേട് വേണമെന്നുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് ആയിരിക്കാം. അതെല്ലാം അങ്ങനെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിന് പണം വേണം. പക്ഷേ ആ പണം ലഭ്യക്കാൻ ആവശ്യമായ നോംസ് ഒന്നും അംഗീകരിക്കാൻ പറ്റില്ല. അത് നടപ്പിലാക്കുന്ന കാര്യമാണോ? കേന്ദ്ര സർക്കാർ പണം കൊടുക്കുമ്പോൾ, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പണം കൊടുക്കുമ്പോൾ ആ പണം കൈമാറുന്ന സമയത്ത് തയ്യാറാക്കുന്ന ഒരു നോംസ് ഉണ്ട്, കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസിൻ്റെ പേരിൽ മാത്രമേ പണം കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ സംസ്ഥാന സർക്കാർ സമീപനം എന്താ? ഞങ്ങൾക്ക് പണം മാത്രം മതി, ബാക്കിയൊന്നും പറ്റില്ല. അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് PMC പദ്ധതിയിൽ ഒപ്പുവെക്കാൻ ഇവർ തീരുമാനിച്ചത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടെ പോയിട്ടില്ല. 2 ഉദ്യോഗസ്ഥന്മാർ ഇവരാരും അറിയാതെ കള്ളവണ്ടി കയറിപ്പോയതാണ്. ശിവൻകുട്ടിയും പിണറായി വിജയനും അതിന് മറുപടി പറയട്ടെ. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും പ്രമുഖരായിട്ടുള്ള 2 ഉത്തരവാദപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, IAS ഉദ്യോഗസ്ഥന്മാർ, അവരിവിടുന്ന് ഡൽഹിയിൽ പോയി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച നടത്തിയിട്ടാണ് PMC പദ്ധതി അംഗീകരിച്ചത്. അപ്പോൾ ഈ മുഖ്യമന്ത്രി ശിവൻകുട്ടി അറിയാതെ ഈ 2 ഉദ്യോഗസ്ഥന്മാർ കള്ളവണ്ടി കയറിപ്പോയതാണ്. പിന്നെ ആരെ വണ്ടികളാക്കാനാണ് ഇത് പറയുന്നത്? അപ്പോൾ അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ നാടകമൊന്നും ഇനി വിലപ്പോവില്ല. ഏതായാലും PC ജോർജ് പറഞ്ഞ ഒരു കാര്യം, ഈ ഗാന്ധിജി സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് അദ്ദേഹം. അതായത് ഗാന്ധിജിയുടെ ഔദാര്യത്തിലല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണ് PC ജോർജ് പറയുന്നത്. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. PC ജോർജ് എന്ത് പറഞ്ഞു എന്നൊക്കെ നിങ്ങൾ ചോദ്യം ചെയ്താൽ ഒറ്റയ്ക്ക് എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഞാനൊന്ന് കേട്ടു നോക്കട്ടെ, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ അല്ല, ഞാൻ ഏത് കോണ്ടസ്റ്റിലാണ് പറഞ്ഞത് അതിൻ്റെ അലവും പിടിയും അറിയണമല്ലോ. അപ്പുറത്തും ഇപ്പുറത്തും എന്താ പറഞ്ഞത് കൂടി അറിയണ്ടേ? നമുക്കത് ആലോചിക്കേണ്ട വിഷയമല്ലല്ലോ. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അത് BJP അങ്ങനെ അഭിപ്രായമില്ലല്ലോ. BJPക്ക് അഭിപ്രായമില്ലല്ലോ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി മഹാത്മജിയാണ് എന്ന കാര്യത്തിൽ BJPക്ക് ഒരു തർക്കവുമില്ല. ഏതെങ്കിലും ഒരു സമരം മാത്രമല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. ധാരാളം സമരങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സത്യാഗ്രഹ സമരം തന്നെയാണ്. ആ സമരത്തിന് നേതൃത്വം ഗാന്ധിജിയാണ്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസം തർക്കമുള്ളത്? ഒരു തർക്കവുമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഗാന്ധിജിയുടെ പേര് ലോകം മുഴുവൻ എത്തിക്കാൻ നരേന്ദ്രമോദി ഗവൺമെൻറ് പരിശ്രമിക്കുന്നത്. ലോകത്തിൽ ഗാന്ധിജിയുടെ സ്മരണം നടത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ പരിപാടികൾ ഇന്ന് സംഘടിപ്പിക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റാണ്.